2020 മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റസീന പരീദോട് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി റസീന, ഇപ്പോൾ എൻഡിഎ മുന്നണിയിൽ ചേർന്നതിൽ 2020-ക്കുള്ളിൽ തന്നെ ഒരു അമർഷമുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളടക്കമുള്ള മറ്റ് നേതാക്കളോടൊന്നും തന്നെ കൂടിയാലോചിക്കാതെ ആയിരുന്നു സാബു ജേക്കബിന്റെ ഈ ഒരു തീരുമാനം? അറിയാൻ കഴിഞ്ഞത് ഞങ്ങളാരും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. തന്നെയുമല്ല, കഴിഞ്ഞ ദിവസം ന്യൂസിൽ കണ്ടപ്പോഴാണ് 2020 പാർട്ടി BJP-യുമായി ലയിക്കുന്നു എന്നുള്ളൊരു തീരുമാനമുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞത് തന്നെ. ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ് ഇപ്പൊ ഞങ്ങൾ ഈ വിവരങ്ങളൊക്കെ അറിയുന്നത്. ഇത് നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. കാരണം 2020-ക്കുള്ളിലുള്ള ആളുകളോടൊന്നും തന്നെ കൂടിയാലോചിക്കാതെ ഒരൊറ്റ ഒരാളുടെ തീരുമാനത്തിലേക്ക് ഇത്രയും വലിയൊരു തീരുമാനമാണ്. നമുക്കറിയാം, ഇന്ത്യയിലേക്കൊക്കെ ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോട് ചോദിക്കാതെ അവരുടെ അഭിപ്രായങ്ങളൊന്നും തേടാതെ എടുത്തതാണ്. നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധികൾ പോലും ആലോചന ഒന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, TV ന്യൂസ് കാണുമ്പോഴാണ് ഞങ്ങളെപ്പോലുള്ളവർ അറിയുന്നത് തന്നെ. ഇപ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിച്ചതിൽ വെച്ചിട്ട് ഒരു ഭാഗം നേതാക്കളൊക്കെ തന്നെ കോൺഗ്രസിലേക്ക് എത്തിയതായിട്ടാണ് മനസ്സിലാകുന്നത്. എങ്ങനെയാണ് മറ്റുള്ള ആളുകളുടെയൊക്കെ ഒരു അഭിപ്രായം, 2020-ലെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം എങ്ങനെയാണ്? ഈ ഇന്ത്യയിൽ വരും ദിവസങ്ങളില് ഒരുപാട് ആളുകള് പാർട്ടി വിട്ടു പോരും. കാരണം അതിനുള്ള ചർച്ചകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് ഇതിന്റെ ഒരു തീരുമാനം ഉണ്ടായതായിട്ട് അറിയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ വാർഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ വാർഡ് കമ്മിറ്റികള് അവർക്കൊക്കെ കൂടി ആലോചിച്ച് ഏത് പാർട്ടിയിലേക്ക് പോരണം എന്നുള്ള ഒരു ഡിസ്കഷനൊക്കെ സമയമെടുക്കും. ചില ആളുകൾ ഓൾമോസ്റ്റും കോൺഗ്രസ് പാർട്ടി തന്നെയാണ് ഓരോരുത്തർ പ്രിഫർ ചെയ്യുന്നത്. ഇനിയിപ്പോ മറ്റുള്ള ആളുകളെ ഏത് രീതിയിൽ സമീപിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്താണെങ്കിലും 2020 പ്ലസ് BJP അലയൻസ് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഈ സാബു ജേക്കബ് എന്നുള്ളൊരു വ്യക്തി കാരണം 2020 എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു കിഴക്കമ്പലത്തു നിന്നൊക്കെ ഉദിച്ച വലിയൊരു വിപ്ലവമൊക്കെ ആയി മാറിയിരിക്കുന്ന ആ പാർട്ടിക്കൊക്കെ ഒരു വലിയൊരു ക്ഷീണം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2020 പാർട്ടിയില് നല്ല ആശയങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ അത് കണ്ടിട്ടാണ് ഞങ്ങൾ ആ പാർട്ടിയിൽ പ്രവർത്തിച്ചത്. പാവങ്ങളായ ഒരുപാട് ആളുകൾക്ക് ജനക്ഷേമ പ്രവർത്തനങ്ങൾ എന്നുള്ള ഒരു മുദ്രാവാക്യത്തോടു കൂടിയാണ് ഞങ്ങളൊക്കെ ആ പാർട്ടിയിൽ ജോയിൻ ചെയ്തത്. പാവങ്ങൾക്ക് നമുക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും മറ്റുള്ളവർ കൊടുക്കട്ടെ, കൊടുക്കുന്നവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം എന്നതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഈ പാർട്ടിയിൽ നിന്നതും പ്രവർത്തിച്ചതും. എന്നിരുന്നാലും ചില രാഷ്ട്രീയ സംഘടനകൾ ഞങ്ങളോട് സൂചിപ്പിച്ചു, ഇത് BJP കൊണ്ടുപോയി കെട്ടും, ഇത് BJP-യുടെ B ടീമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. എങ്കിൽ പോലും ഞങ്ങൾ ആരും അത് വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് അത് വിശ്വസിക്കാതിരിക്കാൻ തരമില്ല. കാരണം ഞങ്ങൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ BJP-യിലെ ലയനം. പിന്നെ BJP-യുടെ B ടീം തന്നെയല്ലേ ഇത്. അതായത് റിക്രൂട്ട്മെന്റ് ഏജൻസിനെ പറയാൻ പറ്റുള്ളൂ. ശരി, വളരെ നന്ദിയുണ്ട് മേഡം ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.